ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. ഇന്നലെ മാർക്കറ്റിലെ FIIയുടെ സെല്ലിങ് ഇത് ഈ മാസത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ സെല്ലിംഗ് ആണ്. ഈ സെപ്റ്റംബർ മാസം 11-ാം തീയതിയായിരുന്നു ഇവർ ഈ 3000-ത്തിനടുത്തുള്ള ഒരു സെല്ലിംഗ് ഇതിനു മുമ്പ് നടത്തിയത്. അത് 3472 കോടിയായിരുന്നു. അപ്പോൾ ഇന്ന് തുടക്കത്തിൽ മാർക്കറ്റ് നെഗറ്റീവ് ആകാനും മാർക്കറ്റ് വീക്കാകാനും ഇതൊരു പ്രധാന കാരണമായിരുന്നു. കൂടാതെ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ കൂടി ആയതുകൊണ്ട് ഇന്ന് മാർക്കറ്റിൽ വയലൻ്റ് ആയിട്ടുള്ള റോളർ കോസ്റ്റർ റൈഡൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു വാല്യുവേഷനെ കുറിച്ചുള്ള കൂടുതൽ കൺസേൺസ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം 2-3 വർഷങ്ങൾ സ്ട്രോങ് പെർഫോമൻസ് നടത്തിയ ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ് കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ അത് ഗ്ലോബൽ ഇക്വിറ്റി മാർക്കറ്റുകളിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച മാർക്കറ്റുകളിൽ ഒന്നായിട്ടാണ് ഇന്ത്യ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഒരു 0 റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് ഈ ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളായിട്ടുള്ള നിഫ്റ്റിയും സെൻസെക്സും നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഈ ഒരു ലാഗ് നമ്മുടെ ഇക്വിറ്റികളിലെ ആ ഒരു സ്ട്രെച്ചഡ് വാല്യുവേഷനെ കുറിച്ചുള്ള കൺസേൺസ് അത് വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നിഫ്റ്റി ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നത് 22-23 ടൈംസ് അതിൻ്റെ PE റേഷ്യോ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ലോങ് ടേം ആവറേജിനേക്കാൾ ഉയരത്തിലാണ്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഒരു പ്രൈസ് ടു ബുക്ക് വാല്യൂ 3.4 ടൈംസ് ആണ്. നോർമലി നമ്മൾ ഒരു 3-ൽ താഴെയുള്ള ഒരു പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ് ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ടു ബുക്ക് വാല്യൂ. അപ്പോൾ അതിന് മുകളിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതുകൂടാതെ ഇന്ത്യയുടെ മാർക്കറ്റ് GDP റേഷ്യോ അത് 139% ആണ് ഇപ്പോൾ കടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ലെവലിലുള്ള ഒരു മാർക്കറ്റ് GDP റേഷ്യോ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് തരുന്ന ഒരു സിഗ്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു അപ്സൈഡ് മൂവ് വളരെ ലിമിറ്റഡ് ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഏർണിങ്സ് ഗ്രോത്ത് വളരെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കണം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഒരു അണ്ടർ പെർഫോമൻസിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ FII സെല്ലിംഗ് ആണ്. അപ്പോൾ അവർ ബെറ്റർ മാർക്കറ്റ് തേടി പോവുകയാണ്. ഇപ്പോൾ ചൈന, ജർമ്മനി പോലെയുള്ള അണ്ടർ വാല്യൂഡ് മാർക്കറ്റുകളിലാണ് അവർ നോട്ടമിടുന്നത്. ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പൊതുവെ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ഗ്ലോബൽ മാർക്കറ്റിൽ പ്രത്യേകിച്ച് US ഉണ്ടാകുന്ന റാലിയുടെ ഒരു പ്രധാന കാരണം AI റിലേറ്റഡ് സ്റ്റോക്കുകളിലും ആ ഒരു തീമിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റമാണ്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു AI റിലേറ്റഡ് ആ ഒരു തീമിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലാർജ് പ്ലെയേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു AI റിലേറ്റഡ് സ്റ്റോക്കുകളിലുള്ള പ്രധാനപ്പെട്ട ഒഴുക്ക് നടക്കുന്നത് US-ലാണ്, അതുപോലെ ചൈനയിലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ഫണ്ടുകൾ കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇന്ത്യയുടെ നിലവിലുള്ള ഒരു വാല്യുവേഷൻ അത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഏർണിങ്സിൽ കാര്യമായ ഗ്രോത്ത് ഉണ്ടാവണം. ഇനിയുള്ള ക്വാർട്ടറുകളിൽ അത്തരം ഒരു ഏർണിങ്സ് ഗ്രോത്ത് തീർച്ചയായും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഡൊമസ്റ്റിക് കൺസംഷൻ കൂടുമെന്ന് തന്നെയാണ് പൊതുവെ ഈ GST റിഫോംസ് ഒക്കെ കാരണമുള്ള ഒരു മുന്നേറ്റമുണ്ട്. അതുപോലെ ഇൻകം ടാക്സിലുണ്ടായ കട്ട്, ബാങ്കുകളിലുള്ള ലിക്വിഡിറ്റി വർദ്ധിച്ചത്, ഇതൊക്കെ നമ്മളെ മാർക്കറ്റിൽ പോസിറ്റീവാണ്. അതുപോലെ ഗ്ലോബൽ മോണിറ്ററി കണ്ടീഷൻസ് ഒക്കെ നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ബ്രോഡർ ആയിട്ടുള്ള സെക്ടോറൽ പാർട്ടിസിപ്പേഷനും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഷോർട്ട് ടേം ആയിട്ടുള്ള ഇത്തരത്തിലുള്ള മാക്രോ ചാലഞ്ചുകൾ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റ് മറികടക്കുമെന്നും ലോങ് ടേമിൽ തീർച്ചയായിട്ടും റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട് എന്നുമാണ് പൊതുവെ നിലവിലുള്ള എക്കണോമിക് കണ്ടീഷൻസ് വെച്ച് നമുക്ക് പറയാൻ കഴിയുക. അപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഈ സിറ്റുവേഷൻ ഒരിക്കലും ഒരു വെല്ലുവിളി നിറഞ്ഞതല്ല. ഒരു വെൽത്ത് ക്രിയേഷനുള്ള അവസരമായിട്ട് ഈ സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ഓരോ കൺസോളിഡേഷനും ഓരോ ഡിപ്പും ഉപയോഗപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ചെയ്യേണ്ടത്. പക്ഷെ അവിടെ കൃത്യമായൊരു ഡിസിപ്ലിനും അതുപോലെ വളരെ ശ്രദ്ധയോടുകൂടി സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു ക്ഷമയും ഷോർട്ട് ടേം മാർക്കറ്റ് വളറ്റിലിറ്റിയിൽ കുടുങ്ങാതെ മുന്നോട്ട് പോകുവാനുള്ള ഒരു മൈൻഡ് സെറ്റുമാണ് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇത് നമ്മൾ നിലവിലുള്ള GSTയുമായി ബന്ധപ്പെട്ടിട്ട് മാർക്കറ്റിൽ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്ന ചില സെക്ടറുകളും സ്റ്റോക്കുകളും നോക്കുകയാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സെക്ടർ നമ്മൾ കാണുന്നത് ഓട്ടോ സ്റ്റോക്സ് ആണ്. ഇപ്പോൾ മുമ്പ് 28% വരെ ടാക്സ് ഉണ്ടായിരുന്ന ഓട്ടോ സെക്ടറിൽ 18% ചുരുങ്ങിയത്, അതുപോലെ തന്നെ EV സെഗ്മെൻറ്റിൽ 5% മാത്രമുള്ളൊരു ടാക്സേഷൻ, ഇതൊക്കെ ഓട്ടോ സെഗ്മെൻറ്റിൽ വളരെ പോസിറ്റീവായി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ മൊത്തത്തിൽ ഒരു 5-10% ഡിമാൻഡ് ഇൻക്രീസ് ഓട്ടോ സെഗ്മെൻറ്റിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഫോക്കസിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് മഹീന്ദ്ര അതിൻ്റെ ഒരു പ്രൈമറി ബെനിഫിഷ്യറി ആയിരിക്കും. അതുപോലെ മാരുതി സുസുക്കി, ഹിണ്ടായ് മോട്ടോഴ്സ്, അവയിലൊക്കെ ഈ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഉണ്ടായേക്കാം. അതേപോലെ ഹീറോ മോട്ടോകോപ്പ്, TVS മോട്ടോഴ്സ് കമ്പനി പോലെയുള്ള 2 വീലർ സ്റ്റോക്കുകളിലും കാര്യമായ ഒരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട സെഗ്മെന്റ് ഈ ഒരു GST ആനുകൂല്യം നേടാൻ പോകുന്നത് സിമെന്റ് സ്റ്റോക്കുകളായിരിക്കും. അൾട്രാടെക് സിമെന്റ്, അംബുജ സിമെന്റ്, ശ്രീ സിമെന്റ്, ACC, ഡാൽമിയ ഭാരത് പോലെയുള്ള സിമെന്റ് സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും ഫോക്കസിൽ വരികയാണ്. അപ്പോൾ 28% 18% ഈ ടാക്സ് റിഡക്ഷൻ നടന്നത് അത്
തീർച്ചയായിട്ടും കൺസ്ട്രക്ഷൻ മേഖലയിലും പ്രത്യേകിച്ച് ഹൗസിംഗ് എക്സ്പെൻസിലൊക്കെ കാര്യമായ കുറവുണ്ടാക്കും. അപ്പോൾ അത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ കൂടുതൽ ഡിമാൻഡ് ഈ സിമെൻറ്റ് സ്റ്റോക്കുകൾ സൃഷ്ടിക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടർ നമ്മൾ കാണുന്നത് ഇൻഷുറൻസ് സെക്ടറാണ്. അവിടെ HDFC ലൈഫ് ഇൻഷുറൻസ്, SBI ലൈഫ് ഇൻഷുറൻസ്, നിവാ ബൂപ്പ പോലെയുള്ള സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും ലൈം ലൈറ്റിലേക്ക് വരികയാണ്. അപ്പോൾ GST പൂർണ്ണമായും ഈ ഇൻഷുറൻസ്, പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് സെഗ്മെന്റിൽ നിന്ന് ഒഴിവാക്കുന്നതോടുകൂടി അവിടെ GSTയുമായി ചില അവ്യക്തതകൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും പ്രീമിയം കുറയുമെന്ന് തന്നെയാണ് പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇൻപുട്ട് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള GST ആനുകൂല്യം ലഭിക്കാത്തത് കൊണ്ട് കമ്പനികൾ പ്രീമിയം കുറയ്ക്കില്ല എന്നൊരു വാദം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് ഒരു സെറ്റിൽമെന്റിൽ എത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല GSTയുടെ ഫലം അനുഭവിക്കാൻ പോകുന്നത് ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിലായിരിക്കും. അവിടെ നമുക്ക് PI ഇൻഡസ്ട്രീസ്, UPL, റാലീസ് ഇന്ത്യ പോലെയുള്ള സ്റ്റോക്കുകളിൽ അതിൻ്റെ ബെനിഫിറ്റ് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഫെർട്ടിലൈസർ, ആസിഡ്സ്, ബയോപെസ്റ്റിസൈഡ്സ് മേഖലയിൽ മുമ്പ് 12 മുതൽ 18% വരെ ഉണ്ടായിരുന്ന GST ആണ് 5% കുറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് ഈ ഫെർട്ടിലൈസർ സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല റിന്യൂവബിൾ എനർജി ഇൻഡസ്ട്രിയിലാണ്. പ്രത്യേകിച്ച് സോളാർ കുക്ക്, സോളാർ വാട്ടർ സിസ്റ്റം, അതുപോലെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പോണൻസ് അതിൻ്റെ GST 12 നിന്ന് 5 കുറയുകയാണ്. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും ചില സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ KPI ഗ്രീൻ എനർജി, അദാനി ഗ്രീൻ എനർജി, ടാറ്റ പവർ, സ്റ്റെർലിംഗ് ആൻഡ് വിൻസൺ പോലെയുള്ള സ്റ്റോക്കുകളിൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് കൂടാതെ തന്നെ പല FMCG മേഖലയിലും ഒക്കെയുള്ള ധാരാളം സ്റ്റോക്കുകൾ ഈ രീതിയിൽ GSTയുടെ ബെനിഫിറ്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം സ്റ്റോക്കുകൾ നമ്മൾ തീർച്ചയായിട്ടും തിരഞ്ഞുപിടിച്ച് അതിൻ്റെ വാല്യുവേഷൻ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ അദാനി സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട് ഇന്ന് ചില പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ പല സ്റ്റോക്കുകളിൽ നടന്നെങ്കിലും അവിടെ ജെഫ്രീസ് പോലെയുള്ള ഗ്ലോബൽ ബ്രോക്കറേജുകൾ പറയുന്നത് അദാനി സ്റ്റോക്കുകളുടെ ഗുഡ് ഓൾഡ് ഡേയ്സ്, ആ പഴയ കാലം തിരിച്ചു വരികയാണെന്നാണ്. അപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും 17% അപ്സൈഡ് പോകാൻ സാധ്യതയുള്ള 5 ഫേവറേറ്റ് സ്റ്റോക്കുകൾ ജെഫ്രി സജസ്റ്റ് ചെയ്യുന്നതും കാണാം. അതിലൊന്ന് അദാനി എൻ്റർപ്രൈസസ് ആണ്. അവിടെ ഒരു 15% അപ്സൈഡ് മൂവാണ് അദാനി എൻ്റർപ്രൈസസിൽ ഇവർ ടാർഗറ്റ് നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അദാനി ഗ്രീൻ എനർജിയിലും 13% ഒരു അപ്സൈഡാണ് ജെഫ്രി പ്രവചിക്കുന്നത്. അംബുജ സിമെൻറ്റിൽ 17% ഒരു സാധ്യത പറയുന്നുണ്ട്. നമുക്കറിയാം അംബുജ സിമെന്റ് ഓൾറെഡി സിമെന്റ് സെക്ടറിൽ ഈ ഒരു GST ആനുകൂല്യം കൊണ്ട് തീർച്ചയായിട്ടും മുന്നോട്ട് വരാൻ സാധ്യതയുള്ള സ്റ്റോക്ക് എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. മറ്റൊന്ന് അദാനി പോർട്ടാണ്. അവിടെ 17% ഒരു അപ്സൈഡ് മൂവാണ് ജെഫ്രീസ് പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെ തന്നെ അദാനി എനർജി സൊല്യൂഷനിലും 22% ഒരു അപ്സൈഡ് മൂവ് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല റണ്ണപ്പ് നടന്ന അദാനി ടോട്ടൽ ഗ്യാസിലും അദാനി പവറിലും ഇവർ യാതൊരുവിധ ടാർഗറ്റും പറയുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ എങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദാനി സ്റ്റോക്കുകൾ ഓൾവേസ് റിസ്കി സ്റ്റോക്കുകളാണ്. ഒന്നാമത്തെ കാരണം അവർക്കെതിരെ വരുന്ന ഏതെങ്കിലും ഒരു ബാഡ് ന്യൂസ് അത് അതിൻ്റെ എല്ലാ സ്റ്റോക്കുകളെയും ഒരുമിച്ച് ബാധിക്കാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ എപ്പോഴും അദാനി സ്റ്റോക്കുകളിൽ നമ്മളൊരു കോഷ്യസ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. കൂടാതെ ഒരു കൃത്യമായ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ആയിരിക്കണം അദാനി സ്റ്റോക്കുകൾ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇനി നമ്മൾ IPO മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഒരു IPO ലിസ്റ്റ് ചെയ്തതായിട്ട് കാണാം. യൂറോപ്രതിക് സെയിൽസിൻ്റെ ലിസ്റ്റിങ് അത്ര ഇമ്പ്രസീവ് ആയിരുന്നില്ല. 10% ഒരു പ്രീമിയത്തിലാണ് ലിസ്റ്റ് ചെയ്തത്. ഇപ്പോൾ 247 IPO പ്രൈസ് ഉണ്ടായിരുന്ന സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യുന്നത് 273 എന്ന പ്രൈസിലാണ്. ഇതേപോലെ തന്നെ നാളെ ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന VMS TMTയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കിക്കഴിഞ്ഞാൽ അത് ഏകദേശം 12% ഒരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യതയാണ് ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൽ നമ്മൾ കാണുന്നത്. ഇതേപോലെ ക്ലോസ് ചെയ്യപ്പെട്ട മറ്റൊരു IPO ആയിട്ടുള്ള iValue Info Solutionന്റെ IPO ഇത് തേഴ്സ്ഡേ ആണ് ലിസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു IPOയുടെ റെസ്പോൺസ് വളരെ തണുത്ത ഒരു പ്രതികരണമാണ് കാണുന്നത്. അവിടെ യാതൊരുവിധ ലിസ്റ്റിംഗ് ഗെയിനും ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൽ ഈ ഒരു IPOയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ iValueസിൻ്റെ ഫൈനാൻഷ്യൽസ് വളരെ വീക്കായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് വലിയ റെസ്പോൺസ് ആ ഒരു IPO കാണിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ്. നിലവിൽ കറൻ്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 IPOകളുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സാത്വിക് ഗ്രീൻ എനർജിയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം 1.72 ആണ്. അവിടെ ഒരു തണുത്ത പ്രതികരണമാണ് കാണുന്നത്. എന്നാൽ GK എനർജിയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം 13% ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ GK എനർജി തീർച്ചയായിട്ടും നല്ലൊരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.